കുട്ടികളെ ഇന്ന് നമ്മൾ പേജ് നമ്പർ 142-ലെ ഈ 3 ചോദ്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 26 children of a class got A grade in an exam. It is 65% of the total number in the class. How many are there in the class? ഒരു ക്ലാസ്സിൽ ആകെയുള്ള കുട്ടികളിൽ 65% കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി. ആകെയുള്ള കുട്ടികളുടെ 65% എന്ന് പറയുന്നത് 26 ആണ് എങ്കിൽ ഹൗ മെനി ആർ ദെയർ ഇൻ ദ ക്ലാസ്? ആ ക്ലാസ്സിൽ ആകെയുള്ള കുട്ടികളുടെ എണ്ണം എത്ര? 65% ഓഫ് ടോട്ടൽ സ്റ്റുഡൻറ്റ് ഈസ് ഈക്വൽ ടു 26. ദെൻ ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 26 ഇൻറ്റു 100/65. എങ്ങനെ വന്നത്? 2 രീതി പറഞ്ഞു തരാം. ഒന്ന്, നമ്മൾക്ക് ആകെ കണ്ടുപിടിക്കണമെങ്കിൽ, ആകെ നമ്പർ ഓഫ് കുട്ടികളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും 65% മീൻസ് 65% എന്ന് വെച്ചാൽ 60/100 എന്നാണല്ലോ. അപ്പോൾ നമ്മൾക്ക് ആകെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ നമ്പർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100/65 എന്ന് എഴുതിയാൽ മതിയാവും ആകെ കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഒരു മാർഗം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 65% ഓഫ് ടോട്ടൽ ഈക്വൽ ടു ആണല്ലോ 26. അപ്പോൾ ഈ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള മാർഗം 65/100 ഇൻറ്റു ടോട്ടൽ ഈക്വൽ ടു 26 ആണെങ്കിൽ ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ ഈ ടോട്ടലിൽ ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 2 നമ്പറിനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. സോ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും എന്ന് പറഞ്ഞിട്ടുണ്ട്? 26 ഇൻറ്റു 100 ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷനാവും. എന്നിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്താൽ മതിയോ? ഓക്കെ, ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2600 ഡിവൈഡ് ബൈ 65 ഡിവൈഡ് ചെയ്തെടുക്കുകയോ കട്ട് ചെയ്യുകയോ ചെയ്ത് കട്ട് ചെയ്യാം. 13 ടേബിൾ ചെയ്ത് കട്ട് ചെയ്താൽ 13 ഇൻറ്റു 2ഉം 13 ഇൻറ്റു 5ഉം ആണ് 65. അപ്പോൾ ഇത് 2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5 എന്ന് വന്നു. ഇത് നമുക്ക് കട്ട് ചെയ്യാലോ. 100ഉം 5ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 20. സോ ഫൈനൽ ആൻസർ 2 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ആകെ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജയൻ സ്പെൻഡ് 8,400 rupees in a month for food and it is 35% of his earnings. How much did he earn that month? ജയൻ 8,400 രൂപ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. ഈ 8,400 എന്ന് പറയുന്ന അവൻ്റെ ആകെ ഏണിങ്സിൻ്റെ 35% എങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ഏൺ ദാറ്റ് മന്ത്? ഏണിങ്സ് എന്ന് വെച്ചാൽ അവൻ ജോലി ചെയ്ത് സമ്പാദിച്ച് ലഭിക്കുന്ന പൈസയാണ് കേട്ടോ ഏണിംഗ് എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ അവൻ ഒരു മാസത്തെ അവൻ്റെ സാലറിയിൽ നിന്നും 35% മാറ്റിവെക്കുന്നു. അതെത്രയാണ്? 8,400 എങ്കിൽ ഹൗ മച്ച് ആകെ അവൻ ആ മാസം സമ്പാദിക്കുന്ന ആകെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 35% എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ എഴുതണം? 8,400 ഇൻറ്റു 100/35. 100 മുകളിലാക്കി എഴുതണം കേട്ടോ. എപ്പോഴും എല്ലാവരും ഓർത്തണം, ആകെ കണ്ടുപിടിക്കാൻ നമ്മൾ ചോദിക്കുമ്പോൾ 100 മുകളിലാക്കി എഴുതിയാൽ മതിയാവും. 35% ഓഫ് ഹിസ് ഏർണിങ്സ് ഈസ് ഈക്വൽ ടു 8,400. അവൻ്റെ ആകെ സമ്പാദ്യത്തിൻ്റെ 35% എന്ന് പറയുന്നത് 8,400. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കുന്നത് 8,400 8,400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 35 അത്രേ ഉള്ളൂ. സോ നമ്മളിത് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ആൻസർ ഈസ് 24,000. അടുത്ത ക്വസ്റ്റ്യൻ, 32 teachers of a school are male and they form 40% of the total number of teachers. How many teachers are there in the school? ഒരു സ്കൂളിൽ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ 32 പേര് എന്താണ്? മെയിലായിട്ടുള്ള സ്റ്റാഫാണ്. അവരാകെ എത്ര ശതമാനമുണ്ട്? 40%. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം അല്ലേ, മെയിൽ സ്റ്റാഫ് 40% ആണെങ്കിൽ എന്താണ് ഫീമെയിൽ സ്റ്റാഫ് എത്രയുണ്ട്? 100 - 40 ആയി 60%. അപ്പോൾ ആകെ ഉള്ളതിൻ്റെ 40% എന്ന് പറയുന്നത് 32 ആണെങ്കിൽ ആ സ്കൂളിൽ ആകെ മെയിലും ഫീമെയിലുമായി ആകെ എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു?
ഇവിടെ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് 32 40% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇസ് ഈക്വൽ ടു ആണ് എന്ത് 32 എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം 32 ഇൻറ്റു 40/100 കട്ട് ചെയ്തു ഇതും കട്ട് ചെയ്തു 2 വന്നു സോറി ഇവിടെ 2 വന്നു ദെൻ 32 ഇൻറ്റു 2 എവിടെയോ എന്തോ മിസ്റ്റേക്ക് പറ്റിട്ടോ സോറി ടീച്ചറുടെ കയ്യിലാണ് കുഴപ്പം എന്താണ് 32 ഇൻറ്റു 4 ആകെ കണ്ടുപിടിക്കാൻ 100 മുകളിലാക്കിയതാണ് 100/40 ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമല്ലോ അറിയാതെ എഴുതിയതാട്ടോ സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു 0 കട്ട് ചെയ്തു ദെൻ ഇത് രണ്ടും കട്ട് ചെയ്തു അപ്പോൾ എന്ത് വരുന്നു 5/2 വരുന്നു വീണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 16 എന്ന് വരുന്നു 16 ഇൻറ്റു 5 80 ആകെ ആ സ്കൂളിലുള്ള അധ്യാപകരുടെ എണ്ണം 80 ആണ് കേട്ടോ ഇത്രയും കട്ടിങ് കണ്ട് പേടിക്കുകയൊന്നും ചെയ്യേണ്ട നിങ്ങൾ നേരെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തോ ഇനി കട്ടിങ് അറിയില്ല എന്നും പറഞ്ഞ് കണക്ക് ഉപേക്ഷിച്ച് പോവല്ലേ 100/40 ആണ് എന്ത് ചെയ്യുക 3200/40 എന്ന് എഴുതുക ഈ 0 കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇനി എന്ത് ചെയ്യുക 320നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 8 4s are 32 റിമൈൻഡർ ഈ 0 എന്ന് ആ 0 ഇവിടെ ഇട്ട് കൊടുത്തു അങ്ങനെ നമുക്ക് എന്ത് എഴുതാം ആൻസർ ഈസ് 18 എഴുതാം കേട്ടോ ഓക്കെ